വെൽക്കം ടു റാഷീസ് വ്ലോഗ്സ്. ജീവിതം എന്ന് പറയുന്ന പരീക്ഷണത്തിൽ ആത്മാർത്ഥമായി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നാം ഓരോരുത്തരും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലർ അതിൽ വിജയിക്കും, ചിലർ അതിൽ പരാജയപ്പെടും. പക്ഷേ ആത്മാർത്ഥമായി പരിശ്രമിച്ചാണ് നമ്മൾ ജയിച്ചതാണെങ്കിലും തോറ്റതാണെങ്കിലും എന്നുള്ളത് നമുക്ക് സ്വയം ബോധ്യപ്പെടുന്നതിന് വേണ്ടിയും നമ്മളെ ഉറ്റുനോക്കിയിരിക്കുന്ന, നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയും അത്തരത്തിലൊരു ധാരണയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തോട് വിട പറയാൻ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. ഒരു കാട്ടിലൊരു സിംഹം അദ്ദേഹത്തിൻ്റെ ഭക്ഷണാവശ്യത്തിനായി ഒരു മാനിനെ വേട്ടയാടി പിടിക്കുകയുണ്ടായി. ഈ മാനിനെ വേട്ടയാടി പിടിച്ചപ്പോൾ സിംഹം ചോദിച്ചു, നിനക്ക് അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ ഞാനത് സാധിപ്പിച്ചു തരാം, കാരണം നീ എൻ്റെ ഭക്ഷണമാവാൻ പോവുകയാണല്ലോ. മാൻ പറഞ്ഞു, എനിക്കൊരു 5 മിനിറ്റ് സമയം തരണം, അത് കഴിഞ്ഞാൽ താങ്കൾ എന്നെ കൊന്നു ഭക്ഷിച്ചോളൂ. ശരി, നിനക്ക് 5 മിനിറ്റ് സമയം ഞാൻ അനുവദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് സിംഹം മാനിനെ വിട്ടപ്പോൾ മാൻ തൊട്ടടുത്ത് കണ്ട ഒരു പൊട്ടക്കുളത്തിലേക്ക് എടുത്ത് ചാടുകയും അതിൻ്റെ ദേഹമാസകലം ചെളി വാരിപ്പൂശുകയും ചെയ്ത് തിരികെ കയറി വന്നു. സിംഹം ചോദിച്ചു, നീ എന്ത് ഭ്രാന്താണ് കാണിക്കുന്നത്? നിനക്ക് ഈ മരിക്കാൻ പോകുന്ന സമയത്ത് നിന്റെ ഒരു ആഗ്രഹം എന്താണെന്ന് ചോദിച്ചപ്പോൾ, ഇത്തരത്തിലുള്ളൊരു ഭ്രാന്താണോ നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ മാൻ പറഞ്ഞു, സിംഹമേ, താങ്കൾ എന്തായാലും എന്നെ കൊന്നു തിന്നും. താങ്കളോട് എതിരിട്ടുകൊണ്ട് ജയിക്കാനുള്ള ഒരു കായിക ശേഷിയൊന്നും എനിക്കില്ല. പക്ഷേ താങ്കൾ എന്നെ കൊന്നു തിന്നു കഴിഞ്ഞാലും എൻ്റെ തുകലും മറ്റും ഇവിടെ അവശേഷിക്കുമല്ലോ. എൻ്റെ ബന്ധുമിത്രാദികളും എന്നെ സ്നേഹിക്കുന്നവരും ഈ വഴിക്ക് വരുമ്പോൾ എൻ്റെ ആ തുകല് കാണുകയും അതിൽ പുരണ്ട ചെളി കണ്ട് അവർ എന്നെ വിലയിരുത്തുന്നത് ഞാൻ താങ്കളുമായി ഒരു യുദ്ധം ചെയ്തുകൊണ്ട് മരണമടഞ്ഞു എന്നുള്ളതായിരിക്കും. അത് അവർക്കൊരു പ്രചോദനവും എനിക്കൊരു അഭിമാനവുമായിരിക്കും. മരണശേഷവും എൻ്റെ ആ പേര് അവിടെ നിലനിർത്തുന്നതിന് ഈ ഒരു ഇൻസിഡൻറ്റ് സഹായിക്കുമെന്ന് പറഞ്ഞപ്പോൾ, പ്രിയമുള്ളവരെ, നമ്മൾ ഇതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നമ്മൾ ഓരോരുത്തരും പരമാവധി പൊരുതി ജീവിക്കാൻ ശ്രമിക്കുക. ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. അതല്ലാതെ തോറ്റാൽ അവിടെ അവസാനിച്ചു, അല്ലെങ്കിൽ ഞാനൊരു വലിയ പരാജയമാണ് എന്ന് മറ്റുള്ളവരെ കാണിക്കുന്ന രീതിയിലേക്ക് നമ്മുടെ ജീവിതത്തിനെ ഒരിക്കലും നമ്മൾ ആരും തന്നെ വലിച്ചെറിയരുത്. ഈ ഒരു ഗുണപാഠം എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഓക്കെ, നന്ദി, നമസ്കാരം.